കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിന്ന് എവിടെയുള്ള കാസർഗോഡ് ജില്ലയിലെ പാലാവലി എന്ന് പറയുന്ന പ്രദേശത്ത് 700-ലധികം വരുന്ന കവുങ്ങുകൾക്ക് കഴിഞ്ഞ 20 മാസക്കാലമായ കവുങ്ങുകൾക്ക് നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ടാണ്. നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പച്ചപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ കരുത്തും നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഏകദേശം 20 മാസം പ്രായക്കാലമായ കവുങ്ങുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ജൈവവളങ്ങൾ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കർഷകർ അതോടൊപ്പം തന്നെ വളരെ സന്തുഷ്ടവാന്മാരാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ തോട്ടത്തിലേക്ക് ഇത് ഉപയോഗിക്കുക, ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക. താങ്ക് യു. കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിന്നിവിടെ കാസർഗോഡ് ജില്ലയിലെ പാലാവയൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നമ്മുടെ പ്രിയപ്പെട്ട പടിഞ്ഞാത്ത് ബേബിച്ചേട്ടൻ്റെ തോട്ടത്തിൽ കഴിഞ്ഞൊരു 2 വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന 700-ലധികം വരുന്ന കവുങ്ങുകളും അതോടൊപ്പം തന്നെ തെങ്ങുകൾക്കും കൊടികൾക്കും എല്ലാം ഉപയോഗിക്കുന്ന ഒരു തോട്ടത്തിലാണുള്ളത്. നമ്മുടെ കൂടെ ഉള്ളത് പ്രിയപ്പെട്ട സന്തോഷേട്ടനാണ്. കഴിഞ്ഞ നമ്മുടെ ഇവിടെ ഒരു കവുങ്ങുന്തോട്ടമുണ്ട്. ആ കവുങ്ങുന്തോട്ടം വെച്ചത് മുതൽ നമ്മുടെ വളപ്രയോഗമാണ് ചെയ്യുന്നത്. അതുമുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തോട്ടത്തിൻ്റെ ഒരു കാര്യസ്ഥനാണ് പ്രിയപ്പെട്ട സന്തോഷേട്ടൻ. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം കൂടെ നമുക്ക് അറിയാം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയാം. സന്തോഷേട്ടൻ നമസ്കാരം. സന്തോഷേട്ടൻ്റെ വീഡിയോ കുറേ തവണയായിട്ട് കർഷകർ കണ്ടതാണ്. ഓരോ തവണ ഈ വീഡിയോകൾ എടുക്കുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സന്തോഷേട്ടൻ്റെ ഒരു അഭിപ്രായം നമുക്കറിയാം. സന്തോഷേട്ടൻ എങ്ങനെയുണ്ട് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് എത്ര നാളായി ഉപയോഗിക്കുന്നു? പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് പറയാമോ? ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. കവുങ്ങ് തൈ വെച്ച കാലം തൊട്ട് തുടങ്ങിയതാണ് ഇതിൻ്റെ ഉപയോഗം. എന്തായാലും ഇപ്പം 3 മാസം മുമ്പാകുന്നു ചെയ്ത്, ഇപ്പം അടുത്തത് ചെയ്തതാണ്. ഒരു വർഷത്തിൽ 3 തവണ ചെയ്യുന്നു, 4 മാസം കൂടുമ്പോൾ. അപ്പം കഴിഞ്ഞ തവണ ഒഴിച്ചതിനേക്കാളും ഒത്തിരി മെച്ചമായി. ഇപ്പം ആദ്യകാലത്ത് വെച്ചപ്പോൾ തീരെ മോശമായിരുന്നു. നമുക്ക് കവുങ്ങ് തൈ വെച്ചപ്പോൾ എല്ലാം ഒരു മഞ്ഞപ്പൂ ഒക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം മാറി നല്ല പച്ചപ്പൂവായി. എല്ലാത്തിനും അതെ. ഇപ്പം നമ്മൾ ജാതിക്ക് ചെയ്യാൻ തുടങ്ങി, അതേപോലെ വലിയ തെങ്ങിനും ചെറിയ തെങ്ങിനും എല്ലാം ചെയ്യാൻ തുടങ്ങി. തെങ്ങിനുമൊക്കെ കഴിഞ്ഞ തവണ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇത്തവണ വന്നപ്പോഴത്തേനും കുറേ മാറ്റം വരാൻ തുടങ്ങി. ആ മഞ്ഞപ്പൂ എല്ലാം മാറി തുടങ്ങി. പിന്നെ ഇപ്പം ഒരു തവണ തെങ്ങിന് ചെയ്തുള്ളൂ, 2ാമത്തെ തവണയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ തെങ്ങിൻ്റെ കൂടുതൽ അടുത്ത തവണയേ അറിയത്തുള്ളൂ കൂടുതലായിട്ട്. എന്തായാലും കവുങ്ങിനും ജാതിക്കൊക്കെ നല്ല ഗുണം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഗുണമുണ്ടല്ലേ? നല്ല ഗുണമുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് കവുങ്ങുകൾക്ക് മാത്രമല്ലേ? കവുങ്ങിന്റെ ഒരു ഗുണങ്ങൾ കണ്ടതിന് ശേഷമല്ലേ ബാക്കിയുള്ളതിനും കൂടെ അല്ലേ? അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ലേബർ കോസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നുണ്ട്? ലേബർ കോസ്റ്റ് രാസവളം നമ്മളിപ്പോൾ ഈ പറമ്പിൽ തന്നെ ഉപയോഗിച്ചിട്ട് 10-17 കൊല്ലമായി. നമ്മൾ ചാണകപ്പൊടിയും നമ്മളിവിടെ ഉണ്ടാക്കുന്ന ചകിരിച്ചോറെല്ലാം ഇട്ട് ആക്കുന്ന വളമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അതിനേക്കാളും റേറ്റ് കുറവിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? അതോടൊപ്പം തന്നെ നമുക്ക് ബാക്കിയുള്ള മൂലകങ്ങളും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കണ്ടു. അപ്പോൾ അത് നമ്മൾ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് 1-2 പേർക്ക് തന്നെ ഇത് ഒഴിച്ചു തീർക്കാൻ വേണ്ടി പറ്റിയ ഒരു സമയം. എത്ര തെങ്ങുകളാണുള്ളത്? വലിയ തെങ്ങ് 75, ചെറുത് ഒരു 40 ഉണ്ട്. ഒരു 115 തെങ്ങുകൾക്ക് 120 തെങ്ങുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ കവുങ്ങുകൾക്ക് എത്ര കവുങ്ങിന് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്? 700 കവുങ്ങ്. ഇത് വെച്ച മുതൽ നമ്മളത് മാത്രമാണല്ലോ ചെയ്യുന്നത്. പിന്നെ വലിയ കവുങ്ങ് ഒരു 10-50 കവുങ്ങുണ്ട്. അതിനിപ്പോൾ കഴിഞ്ഞ തവണ തൊട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വലുതിനൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് നമ്മുടെ ഈ ചെറുതിലുള്ള റിസൾട്ട് കണ്ട ശേഷം. ശരിക്കും പറഞ്ഞാൽ ഇത് മഞ്ഞളിപ്പോൾ ഒന്ന് റീപ്ലാന്റ് ചെയ്തതല്ലേ? അതെ. മഞ്ഞളിപ്പ് വന്ന് റീപ്ലാന്റ് ചെയ്ത ഒരു തോട്ടത്തിലേക്ക് വീണ്ടും ചെയ്തതാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ആൾക്കാരൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു. ആൾക്കാരെല്ലാം നമ്മളെ ഒരുമാതിരി പുച്ഛത്തോടെയാണ് കണ്ടത്. നിങ്ങൾക്ക് പ്രാന്ത് തന്നെ പറഞ്ഞു. മഞ്ഞപ്പ് വന്ന് പോയ കവുങ്ങിൻ്റെ അകത്ത് വീണ്ടും വെക്കുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞ ഒരു റിസ്ക് എന്നുള്ള ഇതിൽ ഏറ്റെടുത്തതാണ്. എന്തായാലും വേണ്ടില്ല, ഒന്നുകൂടെ വെച്ച് നോക്കാം എന്നുള്ള രീതിയിൽ. എന്തായാലും ഇതുവരെ നല്ല അനുഭവമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. മഞ്ഞളിപ്പ് വന്ന് റീപ്ലാന്റ് ചെയ്ത ഒരു തോട്ടത്തിലേക്കാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കവുങ്ങ് നട്ടത്. അതിന്റെ റിസൾട്ട് നല്ല രീതിയിൽ പച്ചപ്പും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ശേഷമാണ് നമുക്ക് തെങ്ങിലേക്കും അതുപോലെ തന്നെ വലിയ കവുങ്ങുകളിലേക്കും ജാതിയിലേക്കും എല്ലാം തിരിഞ്ഞത്. തീർച്ചയായിട്ടും നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകതയാണ്. കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിൽ 24-ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ്. എന്തായാലും നിങ്ങളിത് ഉപയോഗിക്കുക, അതോടൊപ്പം തന്നെ അത് കർഷകരിലേക്ക് എത്തിക്കുക. സന്തോഷേട്ടൻ്റെ അഭിപ്രായം എന്താ കർഷകരോട് ഈ ഉൽപ്പന്നത്തെ കുറിച്ച്? ബാക്കി രാസവളവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2-3 കൊല്ലം തെങ്ങിനൊക്കെ ആണെങ്കിൽ അതിൻ്റെ മണ്ട പിന്നെ തേമ്പി പിന്നെ കിട്ടിയാല ആദ്യത്തെ ഇത് വലിയ കൂടുതൽ രാസവളം ഉപയോഗിച്ചാൽ. അതേസമയം ഇതായി കഴിയുമ്പം തുടർന്ന് കിട്ടും ജൈവവളത്തിൻ്റെത്. പക്ഷേ അതിനേക്കാളും നമുക്ക് പൈസ ചിലവ് കുറവാണ്.
ചെലവ് കുറഞ്ഞുകൊണ്ട് അതന്നെ കമ്പനി പറഞ്ഞു 25% മുതൽ 40% വരെ ലേബർ കോസ്റ്റും അതുപോലെ തന്നെ ചെലവ് കുറച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലസ് ഒരു 50%-ലധികം ഈൽഡും അതുപോലെ മണ്ണിനെയും തിരിച്ചെടുക്കാം, സസ്യത്തിന്റെ ആരോഗ്യത്തെയും തിരിച്ചെടുക്കാം, പ്രതിരോധ ശേഷി എല്ലാം മാറ്റം വരുത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. നമ്മളിപ്പം അടുത്ത ആഴ്ച ബാക്കി കവുങ്ങിന്തയ്ക്ക് സ്പ്രേ ചെയ്യുവാണ്. ഓക്കെ. അത് സ്റ്റിംബർ ചെയ്യുമ്പോൾ സ്പ്രേയും കൂടി ചെയ്യുന്നുണ്ട്, കാരണം അതിന് ചൂടാണ് വരാൻ വേണ്ടി പോകുന്നത്. ആ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ കവുങ്ങ് പോലും പൊതിഞ്ഞ് കെട്ടേണ്ടി വന്നില്ല. നല്ല പച്ചപ്പായിരുന്നു, ഏത് വേനക്കും നല്ല കരുത്തോടെ തന്നെ നല്ല പച്ചപ്പ് തന്നു. കാരണം അടുത്ത ആഴ്ച സ്പ്രേ ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് കർഷകരുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കർഷകർ ഇത് ഏറ്റെടുക്കുക, വലിയ മാറ്റങ്ങൾ ജൈവ കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. സന്തോഷം, വളരെയധികം നന്ദി. ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മൾ വീഡിയോ എടുക്കുന്നത് സന്തോഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്തെ ഈ പ്രായവും അതൊക്കെ നമുക്ക് ഇതിലൂടെ കാണാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും സന്തോഷമായിട്ട് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കണം. താങ്ക് യു വെരി മച്ച്.